അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ട്രിവാൻഡ്രത്ത് നിന്നും നബീലും നബീലിന്റെ ഡാർലിംഗ് ഫാദറായ സുധീർ സാറുമാണ്. ഹലോ, ഹായ്. അപ്പം ഇങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന്റെ തുടക്കത്തിലേക്ക് അല്ലെ കാലെടുത്ത് വെക്കുകയാണ്. അപ്പം ഏത് കൺട്രിയിലേക്കായിരുന്നു പോകുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ജോർജിയ. അവിടെ യൂണിവേഴ്സിറ്റി, ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി. ഓൾറൈറ്റ്. സോ ഇതെങ്ങനെയായിരുന്നു ആദ്യം മകൻ അവിടേക്ക് പോകണം, ഇപ്പൊ പുറത്തേക്കൊക്കെ പോയി പഠിക്കുക എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞ 1000-ലൊന്നോ അല്ലെങ്കിൽ 10,000-ലൊന്നോ ഒക്കെ ആൾക്കാർ മാത്രമാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലേ? അപ്പം മകന്റെ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ സാറിന്റെ ഒരു ഡ്രീം ആയിരുന്നു? വാട്ട് വാസ് ഇറ്റ് ആക്ച്വലി? മകൻ്റെ ആഗ്രഹവും എൻ്റെ ഒരു ഡ്രീമും ആയിരുന്നു. അങ്ങനെയാണ് ഈ MBBS കടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആണ്. അല്ല, പുറത്തേക്ക് പോയി പഠിക്കാന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇത്രയധികം രാജ്യങ്ങളുണ്ട്, ഇത്രയധികം യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ജോർജിയയിൽ ഈ പറഞ്ഞ പ്രസ്തുത യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ എടുക്കാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം? കാരണം ജോർജിയ എന്ന് പറയുന്ന സേഫസ്റ്റ് കൺട്രിയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ അവിടുത്തെ ലാംഗ്വേജ്, പിന്നെ ഫീസ് അഫോർഡബിൾ യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഒരുപാടധികം എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് ഉണ്ട് അല്ലേ? അപ്പം അതിൽ സാർ എന്തുകൊണ്ടാണ് മകനെ നമുക്ക് എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ കൂടെ തന്നെ റൂട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം എടുത്തത്? എയിംബ്രിഡ്ജാണ് നമ്മളെ ബന്ധുക്കൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ നോക്കിയപ്പോഴും ഈ എയിംബ്രിഡ്ജിനെ കുറിച്ചാണ് കൂടുതൽ. പിന്നെ ആദ്യമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അഭിന അത് കൂടുതൽ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു വരെ അതിൻ്റെ കാര്യങ്ങൾ അയച്ചു തരികയും ചെയ്തു. അപ്പോൾ നമ്മൾ അത് നോക്കിയപ്പം എയിംബ്രിഡ്ജാണ്. പിന്നെ നമ്മൾ മുമ്പ് പത്രത്തിലൊക്കെ ഈ മറ്റേ ഒരു യുദ്ധസമയത്തൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരണ ഇതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ നമുക്ക് അതാണ് ബെസ്റ്റാണെന്ന് തോന്നി. അതുപോലെ എൻട്രൻസ് കഴിയുന്ന സമയം തൊട്ടേ എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷനിലാണ് കൂടുതലും കോളുകൾ വന്നത്. അപ്പോൾ അതിനാ മാം നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ മിൻറ്റർ ഷെറിൻ ഷഹാന നല്ല സപ്പോർട്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. നമ്മൾ ഏത് രാത്രിയാണെങ്കിലും ഒരു മിസ് കാൾ ചെയ്താൽ മതി, ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തന്നെ ബന്ധപ്പെടും. നമ്മൾ തിരിച്ച് ബന്ധപ്പെട്ട് ആ കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആരെങ്കിലും ഇതുപോലെ പുറത്ത് പോയി പഠിച്ചവരുണ്ടോ? കുടുംബത്തിൽ ഇല്ല. ഫസ്റ്റ് ടൈം. ഓ, അടിപൊളി. അപ്പം ഇനിയുള്ള ഒരുപാട് പേർക്കുള്ള ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ. ബൈ ദ വേ, അഭിനയല്ലേ നമ്മളുടെ സാർ എന്ത് പറയാൻ തുടങ്ങും? അഭിനയ തന്നെ അല്ല, ഇപ്പം ഇന്ന് എൻ്റെ റിലേഷൻസിലുള്ള അനിയൻ അവൻ്റെ മോനും കൂടെ ഉണ്ട്. അത് ഞങ്ങൾ ചേർന്നതിന് ശേഷം ഞങ്ങളാണ് അതിനെ അങ്ങോട്ട് ഈ എയിംബ്രിഡ്ജിലോട്ട് സെലക്ട് ചെയ്തത്. ഓ നൈസ്, അടിപൊളി. അപ്പം ഒരു കൂട്ടുണ്ട്. അപ്പം അഭിനയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അഭിനയ ഇതുവരെ കണ്ടിട്ടില്ല, ഫോണിലൂടെ ആയിരുന്നു അഭിനയ ഇന്ന് ഇതുവരെ നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്തത് അല്ലേ? അപ്പം അഭിനയ ഇപ്പം നമ്മളിലൂടെ നമുക്ക് അഭിനയും കൂടെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? അഭിനയ, can we kindly have you here please? ഓക്കെ. അപ്പം അഭിനയാണ് നിങ്ങളെ ഇത്രയും ദിവസം ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ്. ഐ തിങ്ക് അഭിനയ ഹാസ് സംതിങ് ടു ആസ്ക് ദം, റൈറ്റ്? യാ. കൊള്ളായിരുന്നു. അത് ആ സപ്പോർട്ടാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളെങ്ങോട്ടെങ്കിലും മാറിപ്പോയാലും. പക്ഷേ അഭിനയമായിട്ടുള്ള ആദ്യത്തെ ഒരു കോണ്ടാക്റ്റാണ്, ആ സപ്പോർട്ടും കൂടെ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. പിന്നെ അതിനുശേഷം ഷെറിൻ ഷഹാന പിന്നെ കൂടുതൽ ഇങ്ങോട്ടായി ഇൻവൈറ്റായി. അപ്പം അഭിന ഇനിയും തുടർന്നും ഗൈഡൻസ് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് എ ലോട്ട്, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു യു നബീൽ. കീപ് ഫ്ലൈയിങ് ഹൈ. താങ്ക് യു സോ മച്ച്.